ഡിജിറ്റൽ ലൈഫ് സ്ക്രീൻ കാരണം ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? ഇതിന് ഏത് തരം ലെൻസാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നമ്മളൊക്കെ ഒരു ദിവസത്തിന്റെ മുഖ്യ പങ്കും ചെലവഴിക്കുന്നത് സ്ക്രീനുകൾക്ക് മുമ്പിലാണല്ലോ. ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇപ്പോൾ ഒരു 8 മണിക്കൂറും 10 മണിക്കൂർ അല്ലെങ്കിൽ 12 മണിക്കൂറൊക്കെ സിസ്റ്റത്തിന് മുമ്പിൽ അല്ലെങ്കിൽ സ്ക്രീനിന് മുമ്പിൽ വർക്ക് ചെയ്യുന്നവർക്ക് വൈകുന്നേരം ആകുമ്പോഴേക്ക് വർക്ക് കഴിയുമ്പോൾ വരുന്നൊരു മെയിൻ പ്രോബ്ലമാണ്, കോമൺ ഇഷ്യൂ ആണ് ഡിജിറ്റൽ ലൈഫ് സ്ട്രെയിൻ. ഇതിന്റെ ഭാഗമായിട്ട് ഹെഡ് ഏക്ക്, കണ്ണിന്റെ സ്ട്രെയിൻ, കണ്ണിന് പെയിൻ, അതേപോലെ നെക്ക് പെയിൻ, അതിൻ്റെ കൂടെ ഡ്രൈനെസ്, കണ്ണ് ഡ്രൈ ആവുക, ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉള്ള ആൾക്കാർ. അതിന് മറ്റൊരു വശമായിട്ട് വരുന്നത് വർക്കിൽ കോൺസെൻട്രേഷൻ ഇല്ലാത്തൊരവസ്ഥ, അതേപോലെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ള ബുദ്ധിമുട്ടുകൾ, പിന്നെ അതിൻ്റെ കൂടുതൽ ഡിപ്രഷൻ, ഇതൊക്കെ ഇതിൻ്റെ മറുവശം. അപ്പം ഇതിന് ഈ ഡിജിറ്റൽ ലൈഫ് സ്ട്രെയിനിൻ്റെ മെയിൻ കാരണം നമ്മൾ ഒരുപാട് നേരം ഒരേ ഫോക്കസിൽ, ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് ഫോക്കസിൽ ഫോക്കസ് ചെയ്ത് നോക്കുന്നതുകൊണ്ട് നമ്മുടെ കണ്ണിൻ്റെ നാച്ചുറൽ ലെൻസിനെ ഈ ഫോക്കസിങ് സഹായിക്കുന്ന സീലറി മസിൽസ് ടയേർഡ് ആവുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഫെറ്റിഗ്നെസ് കൊണ്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. ഇതിന് വേണ്ടത് ഈ സീലറി മസിൽസിനെ നമുക്ക് റിലാക്സ്ഡ് ആക്കി നമുക്ക് വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ലെൻസുകളാണ്. ഇതിന് ആൻറ്റി ഫെറ്റീഗ് ലെൻസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയാണ് ഇതിന് ഉപയോഗിക്കുന്ന ലെൻസുകൾ, അല്ലെങ്കിൽ അക്കോമഡേഷൻ ബൂസ്റ്റിംഗ് ലെൻസ് എന്ന് പറയും. നമുക്ക് ഇതിന് വേണ്ടി അക്കോമഡേഷൻ ബൂസ്റ്റ് ചെയ്യാം. ഒരു 30 വയസ്സ് തൊട്ട് 40 വയസ്സിൻ്റെ ഇടയിലുള്ളവർക്ക് ഈ പ്രശ്നം കൂടുതലായിട്ട് കാണും. കാരണം 40 വയസ്സ് തൊട്ട് വായിക്കാനുള്ള ബുദ്ധിമുട്ട്, റീഡിങ്ങിൻ്റെ ബുദ്ധിമുട്ട് വരുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കോമൺ ആയിട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ ഈ ഒരു കാറ്റഗറിക്ക് മുമ്പുള്ളവർ 30 to 40 ഏജിലുള്ളവർക്ക് വായിക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. എന്നാൽ അവരെ സംബന്ധിച്ച് ഒരേ ഒരു ഷോർട്ട് ഡിസ്റ്റൻസിൽ ഒരുപാട് നേരം നോക്കിയിരിക്കുമ്പോൾ കണ്ണ് ടയേർഡ് ആവുന്ന ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ഡിജിറ്റൽ ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ഭാഗമാണത്. അപ്പോൾ ഇതിന് നമുക്ക് വേണ്ട ഈ ഒരു ലെൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഇത് നമ്മുടെ അക്കോമഡേഷൻ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിന് സഹായിക്കുന്ന ഒരു ലെൻസാണ്. ഇത് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന കോമൺ ലെൻസുകളായിട്ടുള്ള നമ്മുടെ മയോപിക് ലെൻസുകൾ, അല്ലെങ്കിൽ മൈനസ് ലെൻസ്, നമ്മുടെ ദൂരക്കാഴ്ചക്കുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക്, അതുപോലെ അസ്റ്റിഗ്മാറ്റിസ് ഉള്ളവർക്ക്, അതുപോലെ നമുക്ക് പുറത്ത് വെയിലത്തിൽ ഇറങ്ങുമ്പോൾ ബുദ്ധിമുട്ടുള്ള ട്രാൻസിഷൻ ലെൻസ് യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു ടൈപ്പ് ലെൻസുകൾ മെർജ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നത്, മിക്ക ആൾക്കാരും ഇപ്പോൾ ബ്ലൂ കട്ട് ലെൻസ് അല്ലെങ്കിൽ ബ്ലൂ ഫിൽറ്റർ ലെൻസിലോട്ട് മാറി. ഈ ഒരു ടൈപ്പ് ലെൻസ്, ഈ ബ്ലൂ ഫിൽറ്റർ ലെൻസ് ഇതിലൂടെ മെർജ് ചെയ്ത് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കാറ്റഗറി ലെൻസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ അബ്ദുസലാം ആസ് എ ലെൻസ് മെൻറ്റർ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ലൊക്കേഷൻ മഞ്ചേരി കച്ചേരിപ്പടി ഹൈപ്പർ ബഡ്ജറ്റിന് സമീപമാണ്.